മാതൃസ്നേഹവും വഴികാട്ടലും ലഭിക്കാതെ തള്ളക്കടുവയാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു കുഞ്ഞിക്കടുവ. 3 വർഷം മുമ്പ് അവൾ കേരളക്കരയ്ക്കൊന്നാകെ പ്രിയപ്പെട്ടവളായി മാറി. എനിക്ക് പറയാനുള്ളതും അവളുടെ കഥയാണ്. വിളിച്ച ഓടി വരും. ഇപ്പോൾ കുളിക്കാൻ പറഞ്ഞാൽ കുളിക്കും. മിടുക്കിയായിട്ടിരിക്കുന്നു. പിരിഞ്ഞു പോകാൻ ഞാൻ റെഡിയാണ്. പക്ഷേ അങ്ങനെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റുള്ളവർ വന്നാൽ വിളിച്ചാലും അത്രയും വരണമെന്നുമില്ല, കാണണമെന്നുമില്ല. ഉപേക്ഷിച്ച അമ്മക്കടുവയുടെ വരവിനായി കാത്തിരുന്നെങ്കിലും ഫലം കണ്ടില്ല. ഒടുവിൽ പെരിയാർ കടുവാ സങ്കേതത്തിലെ വനപാലകർ അമ്മയില്ലാത്ത കുറവുകളൊന്നും അറിയിക്കാതെ വളർത്തി. കാലിന് പ്രശ്നമുണ്ടായിരുന്നു. പിന്നിലെ കാലുകൾ ഒരു തളർച്ച പോലെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാഴ്ചയ്ക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാഴ്ചക്കുറവുണ്ടായിരുന്നു ശരിക്കും. അത് കഴിഞ്ഞ് ആ സമയത്ത് നമുക്കൊരു 4 ഡോക്ടർമാരുടെ ഒരു ടീമുണ്ടായിരുന്നു. ഡോക്ടർ നിഷ, ഡോക്ടർ ശ്യാം, ഡോക്ടർ സിബി, ഡോക്ടർ ആനന്ദ്. എല്ലാവരുടെയും കൂടെ ഒരു ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് അനിമലിനെ ആദ്യം രക്ഷിച്ചത്. ഇന്നവൾ വളർന്നു, മിടുക്കിയായി. കാലിനേറ്റ പരിക്ക് പൂർണ്ണമായും ഭേദമായി. ഒരു 2-3 വർഷത്തോളം ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഈ കാഴ്ചയ്ക്കാണ് കാലിലെ പ്രശ്നം കംപ്ലീറ്റ് മാറി. ഇപ്പോൾ കാലിന് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ നല്ല വളർച്ചയെത്തി. കണ്ണിന് പ്രശ്നം ഇപ്പോഴും ഉണ്ട്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായാണ് ഇത്തരത്തിൽ കടുവ കുഞ്ഞിനെ വനപാലകർ വളർത്തി വലുതാക്കിയത്. വളരെ അഭിമാനാർഹമായ ഒരു പ്രൊജക്റ്റായിരുന്നു മംഗള എന്ന തള്ളക്കടുവയാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു കടുവക്കുട്ടിയെ അതിനെ പരിപാലിച്ച് വളർത്തി വലുതാക്കി കൊണ്ടുവരിക എന്നുള്ളത്. അത് വളരെയേറെ ഒരു വെല്ലുവിളി നിറഞ്ഞ ഒരു പ്രൊജക്റ്റായിരുന്നു. മംഗളയ്ക്ക് വളരാനായി സ്വാഭാവിക വനം വരെയുണ്ടാക്കി. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഒരു 2 വർഷം മുമ്പ് നമ്മളൊരു കമ്മിറ്റി തീരുമാനം അറിയിച്ചിട്ടുണ്ട്. ഇനി തീരുമാനം അവിടെ നിന്നാണ് വരേണ്ടത്. ഉൾവനത്തിലേക്ക് തന്നെ തിരികെ അയക്കണമെന്നതായിരുന്നു ആഗ്രഹം. പൂർണ്ണ ആരോഗ്യവതിയായെങ്കിലും കാഴ്ചയ്ക്ക് നേരിയ പ്രശ്നമുള്ളതിനാൽ തിരികെ കാട്ടിലേക്ക് മടങ്ങാൻ സാധിക്കുമോ എന്ന് അറിയില്ല. മംഗളാദേവി കനിഞ്ഞു നൽകിയതാണ് തേക്കടിക്ക് മംഗളേനെ. സർവ്വമംഗളങ്ങളും ഏറ്റുവാങ്ങി അവൾ മുന്നോട്ട് ജീവിക്കുക തന്നെയാണ്. നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, കുമളി.